ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു ഈസി DIY ചെയ്യാനായിട്ടാണ് പോകുന്നത്. ഒരു ന്യൂസ് പേപ്പർ പിക്ചർ ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പത്രപ്പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഒരു പഴയ പത്രപ്പേപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ആ ഒരു ബ്രൗണിഷ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എനിക്ക് തോന്നി അതായിരിക്കും ഒന്നുകൂടെ ഭംഗിയുണ്ടാവുകയെന്ന്. പിന്നെ വെട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അതിലെ പടങ്ങളോ പിന്നെ വലിയ ഹെഡ്ലൈൻസോ ഒന്നും ആവശ്യമില്ല. ആ ഒരു വാർത്ത എഴുതിയിരിക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം നിങ്ങൾ ഇതുപോലെ ഓരോ DIY ക്രാഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചെയ്തതിൻ്റെ ഒക്കെ പടം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതിലേക്ക് അയച്ചാൽ മതി. ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ പീസസ് നമുക്ക് വെട്ടിയെടുക്കേണ്ടതുണ്ട്. ആ ഒരു സൈഡിലത്തെ ആ ഒരു പോർഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ആ ഒരു എഴുത്ത് മാത്രം മതി നമുക്ക്. അതുപോലെ ബാക്കി എല്ലാ പീസസും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ കാർഡ്ബോർഡ് എടുത്ത് ഒരു 2:1 റേഷ്യോയിൽ ഗ്ലൂവും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത ഒരു ഇതിലാണ് ഞാൻ ഇത് ഒട്ടിച്ച് വെക്കുന്നത്. എന്നിട്ട് ഓരോ പീസസ് അറ്റത്ത് വെക്കുന്ന പീസസ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ച് അതിൽ സ്പേസ് വിട്ടിട്ട് വേണം ഒട്ടിക്കാൻ. കാരണം അവസാനം നമുക്കത് മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഓരോ പീസസും ഒട്ടിച്ച് വെക്കാം. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്പം നേരെ ഒട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. നമ്മൾ ചരിഞ്ഞൊക്കെ ഒട്ടിക്കുമ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു പുറത്തേക്കുള്ള പീസസൊക്കെ നമുക്ക് ആ ഒരു എഡ്ജെല്ലാം ഒന്ന് ശരിയാക്കി ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഓയിൽ പേപ്പർ വെച്ച് ഔട്ട്ലൈൻ വരച്ചെടുത്ത ഡിസൈനാണ്. ഇത് ഞാനൊരു യെല്ലോ കാർബൺ പേപ്പർ ഉപയോഗിച്ചാണ് ട്രേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ കൂടി ചെയ്യാവുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു DIY ആണിത്. പിൻട്രസ്റ്റിൽ ഇതുപോലെ ഒരുപാട് നല്ല ഡിസൈൻസ്, പിൻട്രസ്റ്റ് എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്, ഒരുപാട് നല്ല ഡിസൈൻസ് കിട്ടും. അതിലേതിൽ ഈ ഒരു ഡിസൈൻ തന്നെ ചൂസ് ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്ത് വരയ്ക്കാം. അപ്പോൾ ആ ഒരു യെല്ലോ കാർബൺ പേപ്പർ വെച്ചത് ട്രേസ് ചെയ്തപ്പോൾ എനിക്കത് വലുതായിട്ടത് ഒരു മഷി വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാനൊരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു യെല്ലോ തന്നെ ഞാൻ തിരിച്ചു വെച്ച് വരയ്ക്കുകയാണ്. ഒരു ഫോൾഡ് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ആ ലീവ്സ് വരയ്ക്കുന്നത്. അങ്ങനെ 3 ലീവ്സ് ഞാൻ അതേ ഡിസൈൻ തന്നെ യൂസ് ചെയ്ത് പല പൊസിഷനിൽ വെച്ച് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പെയിൻ്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റെഡും ഓറഞ്ചും യെല്ലോയും കളേഴ്സ്, ആക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. പെയിൻ്റ് അടിക്കുന്നത് ഞാൻ വളരെ എളുപ്പത്തിലുള്ള രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ഡാർക്കായിട്ടുള്ള കളറ് ആദ്യം എവിടെയൊക്കെയാണ് ആ ഒരു ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ് വരേണ്ടത് അതൊക്കെ ആദ്യം അടിച്ചിട്ട്, പിന്നെ നമ്മൾ ഓറഞ്ച് കളറ് ഈ ഒരു റെഡ് കളറിലേക്ക് ഒരു പാലറ്റ് യൂസ് ചെയ്ത് ഒരു റെഡ് കളറിലേക്ക് ഓറഞ്ച് കളറോട് ആഡ് ചെയ്ത് ലൈറ്റ് കളേഴ്സ് ആക്കി അത് ബ്ലെൻഡ് ചെയ്ത് കളർ അടിച്ചാൽ മതി. ഞാനിവിടെ ഒരു അധികം പോയിൻറ്റഡ് അല്ലാത്തൊരു ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പെയിൻ്റ് എടുക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ നല്ലതായിട്ട് പെയിൻറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു എളുപ്പ മെത്തേഡാണ് പറയുന്നത്. പിന്നെ ആക്രിലിക് കളേഴ്സ് വെച്ച് അത് പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നതുകൊണ്ട്
നമുക്കധികം പാട് തോന്നില്ല. അത് പെട്ടെന്ന് നമുക്ക് പെയിൻറ് ചെയ്ത് കഴിയാനായിട്ട് സാധിക്കും. പിന്നെ ഇതുപോലൊരു പാലറ്റ് എന്തെങ്കിലും യൂസ് ചെയ്ത് ഓരോ കളേഴ്സ്, ഓറഞ്ച് കളർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ് ആക്കി കൊണ്ടുവന്നാൽ മതി. ഒരു സൈഡ് മാത്രം നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ എളുപ്പത്തിന് ഏതെങ്കിലും ഒരു ലീഫിൻ്റെ ഇമേജ് റെഫറൻസിന് വേണ്ടി വെച്ചാണെങ്കിലും നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഇതിനേക്കാൾ നല്ല രീതിയിൽ പെയിൻറ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഒരു യുക്തിക്കനുസരിച്ച് നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പേപ്പറിൽ ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ഈ 3 കളേഴ്സ് ആയിരിക്കും ബ്ലെൻഡ് ചെയ്താലായിരിക്കും ഭംഗിയെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ലതായിട്ട് പെയിൻ്റ് അടിക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയത് ചെയ്യാവുന്നതാണ്. ഞാൻ എളുപ്പ രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരാറാകുന്ന ആ ഒരു എഡ്ജ് പോർഷനിൽ വരുമ്പോൾ ഞാൻ യെല്ലോ കളറാണ് പിന്നെ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഞാൻ റെഡ് കളറ് ഒന്നും എടുക്കുന്നില്ല, ഓറഞ്ചും അധികം എടുക്കുന്നില്ല. അതിലേക്ക് യെല്ലോ കളറാണ് മിക്സ് ചെയ്ത് അടിക്കുന്നത്. പിന്നെ പെയിൻ്റ് അടിക്കാൻ തീരെ അറിയാത്തവരാണെങ്കിൽ ആദ്യം ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. നമ്മൾ ആ ഒരു ഷെയ്ഡ്സ് ഏത് ഷെയ്ഡാണോ വെക്കുന്നത് ആ ഒരു ഷെയ്ഡ് വെച്ച് ഒരു ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് അടിക്കുക. കാരണം ആദ്യമായിട്ടൊക്കെ പെയിൻറ് ചെയ്യുന്നവരാണെങ്കിൽ അത് പെയിൻറ്റ് പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന എന്തെങ്കിലും ബോട്ടിൽ ആർട്ടൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു പേഴ്സണലി എനിക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും വീഡിയോസിൻ്റെ എന്തെങ്കിലും ഐഡിയാസും എല്ലാം ഉണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ലീഫിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി അടുത്ത ലീഫിൻ്റെ ആണ്. അത് ആ ഒരു റെഡിഷ് കളർ ഞാൻ അധികം എടുക്കണില്ല, കുറച്ചൊരു ഓറഞ്ചിഷ് റെഡായിട്ടൊക്കെയാണ് എടുക്കുന്നത്. കുറേ അങ്ങ് ഡാർക്ക് ആക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അങ്ങനെ 3 ലീവ്സ് ഞാൻ അടിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി ആ ഒരു സ്റ്റെം പോർഷനിൽ ഒരു ബ്രൗൺ കളറാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ഒരു ലീഫിൻ്റെ നടുക്കുള്ള വരകളൊക്കെ ആ ഒരു ബ്രൗൺ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ചുകൂടെ പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷിൽ നടുക്കത്തെ ആ ഒരു വര കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തത് ആ ഒരു പിക്ചറിൻ്റെ ഫ്രെയിം ഉണ്ടാക്കാനാണ് പോകുന്നത്. അതും വളരെ എളുപ്പമാണ്. പത്രപ്പേപ്പർ കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഇതുപോലെ പത്രപ്പേപ്പർ ചുരുട്ടി ഗ്ലൂ ഇട്ട് ഒട്ടിച്ച് വെക്കുക. പിന്നെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു ഫുള്ളി ഒരു ഗ്ലൂ ഇട്ട് ഒന്ന് ചുരുട്ടി വെക്കാനായിട്ട് ശ്രമിക്കുക. അത് തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്. അങ്ങനെ ബാക്കിയെല്ലാം ചുരുട്ടി നമുക്കിതുപോലെ ചുരുട്ടി വെക്കണം. അപ്പോൾ ഈ 2 ഇതുപോലത്തെ ന്യൂസ് പേപ്പർ ഇങ്ങനെ ഗ്ലൂ ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കണം, ഒട്ടിച്ച് വെക്കണം. ഒരെണ്ണം മാത്രം വെക്കുമ്പോൾ ഒരു മിനിമൽ ലുക്ക് പോലെ തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നി 2 എണ്ണം ഒരുമിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ വീതി വേണമെങ്കിൽ ആ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഇതൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ബാക്കി 4 സൈഡിൽ ഇതുപോലുള്ള സംഭവം ഉണ്ടാക്കണം. എന്നിട്ട് ബ്ലാക്ക് ആക്രിലിക് കളർ നമ്മളതിന് കൊടുക്കണം.
സൈഡിലുള്ള ഇതെല്ലാം ഞാൻ സ്റ്റിക്ക് ചെയ്ത് അതിനെല്ലാം കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉണങ്ങിയ ശേഷം അതിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അത്രയും വെച്ചൊന്ന് അടയാളപ്പെടുത്തിയിട്ട് അത് വെട്ടുന്നതിൻ്റെ ഒരു രീതി ദേ കാണിച്ചിരിക്കുന്ന പോലെ ചരിച്ച് വേണം വെട്ടാൻ. നല്ല രീതിയിൽ ആ ഒരു എഡ്ജ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ എൻഡും ഇതുപോലെ ചരിച്ച് വെട്ടാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ ചരിച്ച് വെട്ടുമ്പോൾ ഉള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്ര ഭംഗിയായിട്ട് ശരിക്കുള്ളൊരു ഫ്രെയിം പോലെ തന്നെ അതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ മുറിച്ചതിന് ശേഷം ഒരു ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് ആ ഒരു 3 ലീഫ് മാത്രം വന്നപ്പോൾ അത് ഭയങ്കര മിനിമൽ ലുക്ക് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ ഓരോ കോർണറിലും പിന്നെ ലീവ്സ് ഞാൻ വരച്ച് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒരു എടുപ്പ് വന്ന പോലെ തോന്നി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു സിമ്പിൾ DIY വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.